Okay, good morning students. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എത്തിയെന്ന് വിശ്വസിക്കുന്നു. നമ്മള് മെസ്സേജ് അയക്കുന്ന കാണാൻ വേണ്ടി എൻ്റെ ഒരു അക്കൗണ്ട് കൂടെ ഒന്ന് ഓൺ ചെയ്തോട്ടെ. ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇതിൽ നിന്ന് പതുക്കെ നമുക്ക് ഫസ്റ്റ് മറ്റു കുട്ടികൾക്ക് എടുത്ത പോലെ തന്നെ നമുക്ക് അവരുടെ കൂടെ എത്തുന്നതിന് വേണ്ടി നമുക്ക് ചാപ്റ്ററിലോട്ട് ഒന്ന് കയറാം. ഓക്കെ, നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജുകൾ ഇടാം. പറയുന്നതിന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മൈക്ക് ഓൺ ആക്കി ചോദിക്കുക. മിണ്ടാതിരിക്കല്. മിണ്ടാതിരുന്ന് പോവുകയാണെങ്കിൽ ഇതിനകത്തൊരു ക്ലാസ്സിൽ ഇരിക്കുന്നതിനൊരു അർത്ഥമില്ലാതായി പോകും. സോ അതുകൊണ്ട് പഠിക്കുന്ന ടോപ്പിക്കിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. അതിനകത്ത് ഒരു മടിയും നിങ്ങൾ എന്ത് ചെയ്യരുത്, കാണിക്കരുത്. ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ? ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ? ഓക്കെ, ശരി. നിങ്ങൾ റിപ്ലൈ തന്നില്ലെങ്കിൽ ഈ ക്ലാസ് എടുക്കുന്നതിനകത്ത് ഞാൻ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ തന്നെ എടുത്ത് പോകേണ്ട ഒരു അവസ്ഥ വരും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി, അല്ലെങ്കിൽ അതറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം എന്ന രീതിയിൽ റിപ്ലൈ തരണം. ഓക്കെ, നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേരാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഒന്ന് നോട്ട് ചെയ്യുക. മെഷർമെന്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് എല്ലാവരും നോട്ട് ചെയ്തല്ലോ. സോ നിങ്ങൾ ഈ ഹെഡിങ്ങിനകത്ത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വേറെ എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മലയാളം മീഡിയം പഠിച്ച, സ്റ്റേറ്റ് പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാം. ICC പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാം. പക്ഷെ CBSE സ്റ്റുഡൻസ് ഐ തിങ്ക് എനിക്ക് പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നൗറിൻ പറയുന്നു. നൗറിൻ ഏത് ക്ലാസ്സിലാണ് നൗറിനെ പഠിച്ചിട്ടുള്ളത്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നൊരു ചാപ്റ്റർ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? യെസ്, 8th നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 8th സ്റ്റേറ്റിലെ കുട്ടികൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റില് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ നൗറിൻ ആൻഡ് സുഹൈൽ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ 8th നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? മൈക്ക് ഓൺ ചെയ്ത് പറയാം, മെസ്സേജ് ടൈപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. പഠിച്ചിട്ടുള്ളവരെല്ലാം മറന്നുപോയോ? അത് ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും മറക്കുന്നവരാണ് അല്ലെ? ശരി, നമ്മൾ ഈ ചാപ്റ്ററിലോട്ട് എടുക്കുന്നതിന് ആദ്യം മുൻ നമുക്ക് യൂണിറ്റ്സ് എന്നറിയാം. നിങ്ങൾക്ക് ഞാനെങ്കിൽ 2-3 എഴുതാം. ഈ എഴുതിയേക്കുന്നത് കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അറിയോ? ന്യൂട്ടൺ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെയെല്ലാം നമ്മൾ വിളിച്ചിട്ടുള്ള പേരാണ് യൂണിറ്റ് എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ വിളിച്ചിട്ടുള്ള പേരാണ് യൂണിറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഈ യൂണിറ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് നടത്തണം? മെഷർമെന്റ് നടത്തണം.
യൂണിറ്റ്സ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് നടത്തണം? മെഷർമെന്റ് നടത്തണം. അപ്പൊ യൂണിറ്റ്സ് ഉണ്ടാവാൻ ഈ മെഷർമെന്റ് നടത്തുമ്പോൾ നമുക്ക് എന്താണോ ലഭിക്കുന്നത്, മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആളെ എന്ത് വിളിക്കാം? ഇപ്പൊ നമുക്കൊരു ചെറിയൊരു ടേബിൾ ഉണ്ടായിരുന്നു. ഈ ടേബിളിന്റെ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഞാൻ സ്കെയിൽ വെച്ച് മെഷർ ചെയ്തപ്പോൾ എനിക്കിതിന്റെ ലെങ്ത് എന്ന് പറയുന്ന ഒരാളെ കിട്ടി. കോമൺ ബാലൻസ് കൊണ്ട് ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് മാസം എന്ന് പറയുന്ന ഒരാളെ കിട്ടി. വാച്ചിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് ടൈം മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ മെഷർമെന്റിലൂടെ നമുക്ക് കിട്ടുന്ന ആളെ, അഥവാ നമ്മൾ അളന്നെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ആളെ നമുക്ക് വിളിക്കാം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റി അഥവാ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. TIES ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി. സിംപ്ലി അതിനെ നിങ്ങൾ എന്തെന്ന് ഓർക്കുക? ക്വാണ്ടിറ്റി എന്താണെന്നൊന്ന് ഓർത്താൽ മതി. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. നമുക്ക് അതിന് സിമ്പിൾ ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാന്ന് ചോദിച്ചാൽ, എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. ആരുടെ ഒരാളുടെ മൈക്ക് ഓൺ ആണ്, ജസ്റ്റ് നോക്കിയേ. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇസ് കാൾഡ്, നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വിളിക്കാം. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇസ് കാൾഡ് എന്ന് വിളിക്കാം, ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ സിമ്പിൾ എന്താ? നമ്മൾ എന്താണോ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലയോ, ഒരു സ്കെയിൽ ഉപയോഗിച്ച് ടേബിളിന്റെ ലെങ്ത് ഞാൻ മെഷർ ചെയ്തു. അവ ടേബിളിന്റെ ലെങ്ത് മെഷർ ചെയ്ത് ടേബിളിന്റെ നീളം എനിക്ക് മെഷർ ചെയ്തപ്പോൾ ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കിട്ടി. കോമൺ ബാലൻസ് ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ എനിക്ക് മാസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കിട്ടി. ക്ലോക്ക് അഥവാ വാച്ച് ഉപയോഗിച്ച് ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് സമയം എന്ന് പറയുന്ന ഒരാളെ എനിക്ക് മെഷർ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. സോ അങ്ങനെ എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷർഡ് ഇസ് കാൾഡ് ക്വാണ്ടിറ്റി എന്ന് പറയാം. സോ അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. നേരിട്ടോ അല്ലാതെയോ നമുക്ക് മെഷർ ചെയ്തെടുക്കാനും കഴിയുന്നവയും നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഞാൻ ബോർഡിൽ എഴുതി നോക്കിക്കേ. The quantities which can be measured, the quantities which can be measured directly or indirectly. എന്താ ഇവിടെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ന് പറയാനുള്ള കാരണം? ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഉണ്ടാവണം, ഇല്ലെങ്കിൽ എനിക്കിത് എനിക്കിവിടുന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ അടുത്ത് വന്ന് എനിക്ക് മൈക്ക് ഓൺ ചെയ്ത് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ചോദിക്കുന്ന റിപ്ലൈ തരണം. കാരണം നിങ്ങൾക്ക് അറിയുമോ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ച് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. The quantities which can be measured directly or indirectly are called നമുക്കതിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന്. ഇവിടെ ഞാൻ ഡെഫിനിഷൻ എഴുതിയപ്പോൾ എന്തോ എഴുതിയിരിക്കുന്നത്? ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി, അല്ലെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻഡയറക്ട്ലി എന്നാ. എന്താണ് ഈ ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്നുള്ള മെഷർമെന്റ്? നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാമോ? നേരിട്ട് മെഷർ ചെയ്യുകയും നേരിട്ടല്ലാതെ മെഷർ ചെയ്യുന്നതിന് എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാമോ? എന്താണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഇല്ലാതെ? എങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും മറുപടി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.
നമ്മളൊരു മെഷർമെന്റ് നടത്തുമ്പോൾ നേരിട്ട് മെഷർ ചെയ്യുന്നതിന് എക്സാമ്പിളും നേരിട്ടല്ലാതെ ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാവോ? സ്കെയില്. അപ്പൊ ആ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് മെഷർമെന്റ് ആണ് നടത്താൻ കഴിയുന്നത്? ഡയറക്റ്റ് മെഷർമെന്റോ ഇൻഡയറക്റ്റ് മെഷർമെന്റോ? ഡയറക്റ്റ്. യെസ്, ഡയറക്റ്റ് മെഷർമെന്റ്. അപ്പൊ ഇൻഡയറക്ട്ലി മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ടൈം മെഷർ ചെയ്യുന്നത് ഡയറക്ട്ലി ആണ്. ഓക്കെ, ശരി. നിങ്ങൾ പറ്റുമെങ്കിൽ ആ മൈക്ക് ഓൺ ചെയ്ത് പറയുകയാണെങ്കിൽ അത്രയും എളുപ്പമായി. ഇൻഡയറക്റ്റ് മെഷർമെന്റ് എന്ന് വെച്ചാൽ അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ എവിടെങ്കിലും? ഇൻഡയറക്റ്റ് മെഷർമെന്റ് എല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പൊ സ്കെയില്, ടൈം മെഷർ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് മെഷർമെന്റ് തന്നെയാണ്. ഇപ്പൊ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത് ഡയറക്റ്റ് മെഷർമെന്റ് തന്നെയാണ്. ഒരു കോമൺ ബാലൻസ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത് ഡയറക്റ്റ് മെഷർമെന്റ് തന്നെയാണ്. ഒരു വെയിങ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യുന്നതും നമുക്ക് ഡയറക്റ്റ് മെഷർമെന്റ് ആണ്. എവിടെയെങ്കിലും നിങ്ങൾ ഇൻഡയറക്റ്റ് മെഷർമെന്റിന് ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടോ? ആരാ ഉത്തരം പറയുന്നത് നോക്കട്ടെ, ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കേ. മാത്സോ? അതാരാ ഉത്തരം പറഞ്ഞേ? നിധാനന്ദ. നിധാനന്ദ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. കോസെ കോസ്ബി. ഓക്കെ ഓക്കെ ഓക്കെ. തിങ്ക് ചെയ്തേക്കുന്നതിന്റെ കൺസെപ്റ്റ് ഭയങ്കരമായി പോയല്ലോ. ഓക്കെ, ശരി. അതല്ലാതെ വേറെ എന്തെങ്കിലും പറയാമോ? മാത്സില് നമ്മൾ എഴുതുന്ന കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം ചില ഫണ്ടമെന്റൽ റൂൾസുകളെ ബേസ് ചെയ്ത് അതിന് നമുക്കൊരു അടിസ്ഥാനപരമായിട്ട് നമുക്കത് ചെയ്യാൻ അതിന് കുറെ രീതിയുണ്ട്. അപ്പൊ നമുക്കത് ആ ഒരു മെഷർമെന്റ് അവിടെ നിൽക്കട്ടെ. ചിലപ്പോൾ ഒരു ട്രയാങ്കിൾ ഉപയോഗിച്ച് നമുക്ക് ബൈ കാൽക്കുലേഷനിൽ നമ്മൾ കണ്ടെത്തുന്നു, ആംഗിൾ കണ്ടെത്തുന്നു, കോസ് കണ്ടെത്തുന്നു, സൈൻ കണ്ടെത്തുന്നു. ഒരു അല്ലാത്ത രീതിയിൽ ഒരു മരത്തിന്റെ ഉയരം നമ്മൾ കണ്ടെത്തുന്നു. അതെല്ലാം മാത്തമാറ്റിക്കലി നമ്മൾ ചെയ്യുന്നുണ്ട്. ആ മാത്സിനകത്ത് കോസയ്ക്ക് പകരം വേറെ എന്തെങ്കിലും തിങ്ക് ചെയ്ത് നോക്ക്. ഇൻഡയറക്റ്റ് മെഷർമെന്റ്. മാത്സ് കറക്റ്റ് തന്നെയാണ്. മാത്സ് കോസെ. നിങ്ങള് 10th മാത്സ് എന്ന് പറഞ്ഞ ആളോടുള്ള ചോദ്യം. ഒരു കുട്ടി ഏതാണ്ട് ഇവിടെ നിൽക്കുന്നു. ഒരു കുട്ടി ഇവിടെ നിന്നിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് നോക്കുന്നു. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടെത്താൻ നിങ്ങളൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട് 10th. അല്ലെങ്കിൽ ഇതിലൊരു ട്രീ ആണ്, ട്രീയുടെ ഹൈറ്റ് കണ്ടെത്താൻ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ കോസെ കോസ്ബി ഇത് അവിടുത്തെ ആംഗിൾ തീറ്റ. ഇതൊരു ഡയറക്റ്റ് മെഷർമെന്റ് ആണോ ഇൻഡയറക്റ്റ് മെഷർമെന്റ് ആണോ? ഒരു ഇൻഡയറക്റ്റ് മെഷർമെന്റ് ആണ്. ഇൻഡയറക്റ്റ് മെഷർമെന്റ് ആണ്. നമ്മുടെ എർത്ത്, ഇതിന് ചുറ്റും നമ്മുടെ ഒരു മൂൺ കിടന്ന് കറങ്ങുന്നുണ്ട്. എർത്ത് മൂണും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ആരെങ്കിലും അവിടെ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുന്നതാണോ? അല്ല, അതൊരു ഇൻഡയറക്റ്റ് മെഷർമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മൾ മെഷർ ചെയ്തെടുക്കുമ്പോൾ ആ മാത്സിലെ കോസെ കോസ്ബി പറഞ്ഞാൽ പോരാ, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന രീതിയിലൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. The quantities which can be measured directly or indirectly are called physical quantity എന്നാണ് വിളിക്കുന്നത്. നോട്ട് ചെയ്ത് തന്നെ പോണേ. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇസ് കാൾഡ് ക്വാണ്ടിറ്റി. നമുക്ക് മെഷർ ചെയ്യുമ്പോൾ എന്താണോ ലഭിക്കുന്നത് അതിനെ നമുക്ക് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ the quantities which can be measured directly or indirectly are called നമുക്ക് എന്ത് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ഈ മെഷർ ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റിയെ അഥവാ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ തൊട്ടൊരു പാരഗ്രാഫിൽ ഞാൻ എഴുതുകയാണ്. There are two types of physical quantity. നമുക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ 2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഏതൊക്കെയാണ്? 8th പഠിച്ചിട്ടുള്ളവർക്ക് പറയാം. നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്?
നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പറയൂ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഇത് സുഹൈലത്താണോ ഉത്തരം പറയുന്നത് അതോ നൗറിനാണോ? സുഹൈലത്ത്. ഓക്കെ. എനിക്ക് തോന്നി, കാരണം മെസ്സേജ് അയച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് ഞാൻ ചോദിച്ചത്. ഓക്കെ, ശരിയാണ്. പറഞ്ഞു സുഹൈലത്തെ ഉത്തരങ്ങള്. രണ്ടായിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ വിളിച്ച സുഹൈൽ പറഞ്ഞ പോലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റിക്ക് QUNT എന്ന് ഞാൻ ഇടുന്നോളെ. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ ബ്രാക്കറ്റിൽ മറ്റൊരു പേരിൽ നിങ്ങൾ വിളിക്കണം, ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി. പിന്നെ ഏതാ സുഹൈലത്തെ രണ്ടാമത്തെ ആള്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇതിനകത്ത് മലയാളം മീഡിയംകാർ ആരെങ്കിലും ഉണ്ടേ ഒന്ന് മെസ്സേജ് അയക്കണേ. ഈ രണ്ടാമത്തത് നമ്മുടെ സുഹൈലത്ത് പറഞ്ഞ പോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഒരു അവാർഡ് വിടം പോലെ പോകും. നിങ്ങൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ 1.5 മണിക്കൂർ വളരെ പെട്ടെന്ന് തീരുകയും നമുക്ക് നല്ല രീതിയിൽ. ഓക്കെ, കൃഷ്ണ തീർത്ത ഉണ്ട്. ചോറുണ്ടെന്നാണോ? ഓക്കെ, ശരി. മലയാളം മീഡിയം കൃഷ്ണ മാത്രമേ ഉള്ളോ? വേറെ ആരെങ്കിലും ഉണ്ടോ? കൃഷ്ണ, ഈ പറയുന്ന വേർഡ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഫണ്ടമെന്റൽ എന്താണ്? ഞാൻ സുലേഹത്തും മലയാളിയാ? ഓക്കെ, ശരി. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഈ പറയുന്നതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിസ്മയ ഉണ്ട്, കൃഷ്ണ, സുഹൈലത്ത്, വിസ്മയ. ഓക്കെ, ശരി. ഇനി ആരെല്ലാം ഉണ്ടോ? അത് ഞാൻ ഈ 3 കുട്ടികള് മലയാളം മീഡിയത്തിലെ കുട്ടികള് ഉണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടവർക്ക് ഈ അടുത്ത ആള് ഷിഫ, ഫസീല. ശരി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ മലയാള കുട്ടികളെന്ന് പറഞ്ഞവരടുത്ത് ഈ പറയുന്ന സെന്റൻസുകൾ ഇംഗ്ലീഷിലോട്ട് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ ആർക്കെങ്കിലും ഉണ്ടോ? കുറച്ച്. ശരി. അപ്പൊ ഈ കുറച്ച് എന്ന് പറഞ്ഞവരത്തൊക്കെ ഒരു ചോദ്യം, റിക്വസ്റ്റ് പറയുന്നത്, ഏതെങ്കിലും വേർഡിന്റെ മീനിങ് സാറേ അതൊന്നുകൂടെ പറഞ്ഞു തരുമോ? അതെന്താണോ ഒന്നുകൂടെ മനസ്സിലാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക. പരമാവധി പറ്റുമെങ്കിലും ലെക്ചർ നോട്ട് ഫോം ചെയ്യുക. പറയാൻ കാരണം, നമ്മുടെ ഇവിടുത്തെ മറ്റേ ബാച്ചിലെ കുറെ കുട്ടികളെടുത്ത് ഞാൻ ലെക്ചർ നോട്ട് ഫോം ചെയ്തെടുക്കണം, പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എല്ലാം എഴുതി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് ഒരാളുടെ ക്യാമറ ഓൺ ചെയ്തു. അയാൾ കട്ടിൽ നല്ല വിശാലമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു. ഞാൻ കുട്ടിയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, കുഞ്ഞെ ആ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യും. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുതേ. പരമാവധി എന്ത് ചെയ്യുക, നമ്മളൊരു എന്തായാലും മെനക്കെട്ട് 1 hour 2 hour ഒക്കെ നമ്മുടെ ഇതിന്റെ മുന്നിൽ ഇരിക്കുക. രാവിലെ ഉറക്കം എണീറ്റ് നല്ല രീതിയിൽ ഒരു കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് എന്ന് ചിന്തയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അതിൽ നമുക്ക് നല്ലൊരു ഗുണം കിട്ടുന്ന കാര്യമല്ലേ ഇത്. അത് ഈ ഒരു ടൈമിൽ സാധാരണ ഒരു ഉച്ചയ്ക്കൊക്കെ ആണെന്നുണ്ട് നമ്മൾ ഉറക്കം തൂങ്ങിയിരുന്ന് ക്ലാസ് ഇരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പറ്റുമെങ്കിൽ ഞാൻ ഈ സെന്റൻസുകൾ പറയുന്നതിന്റെ ഇംഗ്ലീഷ് ഡെഫിനിഷൻ എഴുതുന്നതിന്റെ താഴെ പേന വെച്ച് തന്നെ എഴുതാം, പെൻസിൽ വെച്ച് എഴുതാം, മലയാളത്തിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അതുകൂടെ അതിന്റെ ചുവട്ടിൽ എന്ത് ചെയ്യണം, ഒന്ന് എഴുതാം. അമ്മ, അപ്പൊ ഇതിന്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മലയാളത്തില് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് ഞാനാണെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഞാൻ പെട്ടെന്ന് ആദ്യമായിട്ട് മലയാളം മീഡിയത്തിൽ വന്ന ആളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം തന്നെ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് കാൾഡ് ക്വാണ്ടിറ്റി. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് അളക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ, മലയാളത്തിൽ വേണ്ടതല്ല, മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അളക്കുമ്പോൾ നമുക്ക് എന്താണോ ലഭിക്കുന്നത് അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അപ്പൊ അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഇതിന്റെ ചുവട്ടിൽ നിന്ന് മലയാളത്തിൽ എഴുതി ശീലിച്ചു പോയാൽ പെട്ടെന്ന് കുറച്ച് നാളത്തെ 2-3 ഒരു ക്ലാസ്സിലേക്ക് അങ്ങനെ ചെയ്തു പോയി കഴിയുമ്പോൾ പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് എന്താവും, ഇതൊക്കെ ആയിക്കോളും. ശരി. അപ്പൊ നമുക്ക് നമ്മുടെ ആര് പറഞ്ഞ പോലെ, ഏതൊരു കുട്ടിയായിരുന്നല്ലോ, സുലേഹത്ത് പറഞ്ഞ പോലെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ അടിയിൽ എഴുതണം ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ഹെഡിങ് എഴുതണം. അതേപോലെ ഡിറൈവ്ഡ് നമുക്കിനി ഓരോന്നോരോന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ എടുത്തെഴുതുകയാണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് ഞാൻ എടുത്തെഴുതുകയാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. നമ്മുടെ ഈ എല്ലാ ക്വാണ്ടിറ്റികളും ഉണ്ടാവാൻ കാരണം, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഫോഴ്സ് ആണെങ്കിലും വർക്ക് ആണെങ്കിലും കൈനറ്റിക് എനർജി ആണെങ്കിലും
അഥവാ ഗതികോർജമാണെങ്കിലും സ്ഥിതികോർജമാണെങ്കിലും ബലം ഫോഴ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഉണ്ടാവാൻ കാരണക്കാരൻ ആ ഇക്വേഷൻസുകളെല്ലാം നമുക്ക് ഫോം ചെയ്തെടുക്കാനുള്ള റീസൺ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉള്ളതുകൊണ്ടാണ്. ഈ ക്വാണ്ടിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങള് സുഹൈലത്തെ എന്താണ് 8th നിങ്ങൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്ക് ഡെഫിനിഷൻ പഠിച്ചത്? തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. മറ്റ് ഇതൊക്കെ ഉണ്ടാവുന്നത് മറ്റു ക്വാണ്ടിറ്റികൾ ഉണ്ടാവുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവരെ ഫണ്ടമെന്റൽ എന്ന് വിളിക്കാനുള്ള കാരണം? ബേസിക് അഥവാ ഫണ്ടമെന്റൽ എന്ന് വിളിക്കാനുള്ള റീസൺ അറിയാവോ? ഓക്കെ, അത്രയും പറഞ്ഞില്ല. ആർക്കെങ്കിലും അമയ പറയാവോ? അമയ അമയ്ക്ക് പറയാൻ പറ്റുമോ എന്താണ് ഫണ്ടമെന്റൽ? തെറ്റിയാലും കുഴപ്പമില്ലടോ. അതാണ്ട് ഈ നമ്മുടെ സുഹൈലത്തിന് ഇത്രയും പറഞ്ഞു, ഞാനും അത് മോശമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാനുള്ള കാരണം ഈ ക്വാണ്ടിറ്റി മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റികളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നവരാ. ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ക്വാണ്ടിറ്റി. കൂടാതെ ഈ ക്വാണ്ടിറ്റികളെ മറ്റു ക്വാണ്ടിറ്റികളുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ടേമിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാൻ ആദ്യം ഇതിന്റെ എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ്. ഒന്നാമത്തെ ആള് മാസ്, രണ്ടാമത്തെ ആള് ലെങ്ത്, മൂന്നാമത്തെ ആള് ടൈം, നാലാമത്തെ ആള് ഇലക്ട്രിക് കറണ്ട്, അഞ്ചാമത്തെ ആള് ടെമ്പറേച്ചർ, ആറാമത്തെ ആള് ലൂമിനസ് ഇന്റൻസിറ്റി, ഏഴാമത്തെ ആൾ നിങ്ങൾ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിന്റെ അളവ്. ഇവരെ 7 പേരെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു കെട്ടിടം പണിയുമ്പം കെട്ടിടത്തിന് ആദ്യം ഒരു അടിത്തറ പറയാറില്ലേ, അടിത്തറ ഭാഗത്തില്ലേ, അതുപോലെ തന്നെയാണ് ഈ 7 പേരും നമ്മുടെ ഫിസിക്സിലെ അടിത്തറ എന്ന് പറയാം, ഫണ്ടമെന്റൽ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റുന്ന 7 ആൾക്കാരാണ്. ഇവരെ എന്തുകൊണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിച്ചു? ഇതിനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാനുള്ള റീസൺ ദാ ഇത്രയേ ഉള്ളൂ. ഞാനൊരു സെന്റൻസ് എഴുതാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ദീസ് ആർ അല്ലെങ്കിൽ ദീസ് ക്വാണ്ടിറ്റീസ്, അല്ല ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എഴുതാം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് തന്നെ എഴുതണം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി which are independent of INDEPENDENT, independent of each other and cannot be expressed spelling EXPRESSED, expressed in terms of other physical quantities, QUANTITIES, QUANTITIES. ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിക്കേ. ഈ സെന്റൻസ് വായിച്ചിട്ട് ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിട്ടിരിക്കുന്ന പോയിന്റ് നോക്കണം. ദീസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ഇവർ തമ്മിൽ എന്താ, മറ്റു ക്വാണ്ടിറ്റികളുമായി ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുകയും മാറി നിൽക്കുക എന്ന് വെച്ചാൽ അവർക്ക് ഒരു സ്പെഷ്യൽ നേച്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. കൂടാതെ മറ്റു ക്വാണ്ടിറ്റികൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. കനോട്ട് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയാത്തതും
മറ്റു ക്വാണ്ടിറ്റികളുമായി വ്യത്യസ്തമായി മാറി നിൽക്കുകയും ചെയ്യുന്ന എന്താണ് കുഞ്ഞെ മക്കളെ? ആ മൈക്ക് ഓഫ് ചെയ്യണേ. ആരാണത്? ഐഷ, ഐഷ മെഹൻസ്. ശരി, നിങ്ങൾ ക്ലാസ്സിൽ പരമാവധി ശ്രദ്ധിച്ചിരിക്കുക. വീട്ടിലെ ബഹളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം ഇന്ന് ശല്യപ്പെടുത്താതിരിക്കുക എന്ന് തന്നെ നിങ്ങൾ അങ്ങനെ പറയുക. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് which are independent of each other, which are independent of physical quantity, independent of each other and cannot be expressed in terms of other physical quantity. അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ സ്വന്തമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാനുള്ള കാരണം അവരെ മറ്റു ക്വാണ്ടിറ്റികളുമായി ഇൻഡിപെൻഡന്റ് അഥവാ മാറി നിൽക്കുക എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പറയല്ല. മറ്റു ക്വാണ്ടിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മറ്റു ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് മറ്റു ക്വാണ്ടിറ്റികൾ കൊണ്ട് ഉപയോഗിച്ച് കഴിയാൻ പറയാത്തതെന്ന് മനസ്സിലാൽ അത് നിങ്ങൾ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് ഹെഡിങ് എഴുതുമ്പോൾ മനസ്സിലാവും. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഞാൻ അടുത്തൊരു സബ് ഹെഡിങ് എഴുതാം. ആ ഡിറൈവ്ഡും കൂടെ നിങ്ങൾക്ക് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അടുത്തയാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ഈ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അഥവാ നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഏത് ക്വാണ്ടിറ്റി ഉണ്ടാവുകയുള്ളൂ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഞാൻ ഇങ്ങനെ എഴുതിയാണ്. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി the physical quantities which can be expressed in terms of fundamental physical quantities are called derived quantities. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. ആദ്യത്തെ ഡെഫിനിഷൻ എന്തായിരിക്കുന്നത്? ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തതും മറ്റു ക്വാണ്ടിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കുകയും ചെയ്യുന്ന ക്വാണ്ടിറ്റികളെ നമുക്ക് എന്ത് വിളിക്കാം? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അഥവാ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വിളിക്കാം. 7 പേരെ ഞാൻ പറഞ്ഞു തന്നു. 2 പേരൂടെ ഉണ്ട്. ആ 7 പേരാണ് മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, ലൈറ്റിന്റെ തീവ്രത, ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്നാണ് അറിയപ്പെടുന്നത്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. പക്ഷെ രണ്ടാമത്തെ ക്വാണ്ടിറ്റിയെ ഞാൻ വിളിച്ച പേരാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. നോട്ട് ഫോം ചെയ്ത് തന്നെ പോകുക. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ഈ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി, ആ സെന്റൻസ് നോക്കിക്കേ, വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഒരു എക്സാമ്പിൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ, നമ്മുടെ സ്പീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. എന്താ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്പീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എന്താണ് സ്പീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ? ആ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം.
യെസ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്, അഥവാ ദൂരം ഡിവൈഡഡ് ബൈ സമയം. എന്തുകൊണ്ടാണ് ഇതിനെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാനുള്ള കാരണം? ഞാൻ തൊട്ട് മുന്നേ 7 പേര് എഴുതിയവരിൽ ഇവരെ 3 പേരെയും സൈഡിലോട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കണം. മാസ്, ലെങ്ത്, ടൈം. ഇവന്മാരാണ് നമ്മുടെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കകത്തുള്ള 3 ആൾക്കാർ. ഞാൻ ഈ സ്പീഡ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒന്നുകൂടെ ഒന്ന് കീറി മുറിക്കാൻ പോവാ. ഇതിൽ ഡിസ്റ്റൻസ് എന്ന് എഴുതിയേക്കുന്ന ക്വാണ്ടിറ്റി ഈ 3 പേരിൽ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ലെങ്ത്. അതിനർത്ഥം സ്പീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലെങ്ത് ഡിവൈഡഡ് ബൈ എന്തെന്ന ടൈം എന്ന്. ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ടൈം എന്ന് പറയുന്ന ബേസിക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഉപയോഗിച്ച് കണ്ടെത്തുന്ന ക്വാണ്ടിറ്റിയാണ് സ്പീഡ്. ഞാൻ അടുത്തൊരെണ്ണം എഴുതാൻ പോവാം. ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ന്യൂട്ടന്റെ ലോ അനുസരിച്ച് F = ma മാസ് ഇൻറ്റു ആക്സിലറേഷൻ, മാസിന്റെ ത്വരണമെന്ന. ഇതിൽ നമുക്കറിയാം, നമ്മൾ എഴുതിയേക്കുന്ന ബേസിക്സിൽ 3 പേര് ഞാൻ ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് മാസ. എന്താണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ? ആക്സിലറേഷന്റെ ഇക്വേഷൻ തപ്പിപ്പോയാൽ അത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ്. ഒന്നുകൂടെ ഒന്ന് കീറി മുറിക്കുകയാണെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റിക്ക് പകരം നമുക്ക് എന്തെഴുതാം? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം? ടൈം എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ വീണ്ടും എഴുതാൻ പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആരുടെയൊക്കെ ക്വാണ്ടിറ്റികൾ ഇതിനകത്ത് വരുന്നുണ്ട്? മാസും ലെങ്തും ടൈമും. അപ്പൊ അത് ഇച്ചിരി അത് ഹെവി ആയി പോകും. തൽക്കാലം നിങ്ങളവിടെ വെലോസിറ്റി ഒന്ന് എഴുതി നോക്കിക്കേ. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിപ്പോ. ഒന്നുകൂടെ നോക്കുമ്പം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ ആരുമായി റിലേറ്റ് ചെയ്ത ആളാ? ലെങ്തും. അപ്പൊ ലെങ്തും ടൈം എന്ന് പറയുന്ന ബേസിക് ക്വാണ്ടിറ്റി വെച്ച് കണ്ടെത്തിയ ആളാണ് വെലോസിറ്റി. അതുപോലെ നമ്മൾ സിമ്പിൾ ക്വാണ്ടിറ്റി ഒന്ന് എഴുതി. ഏരിയ. എന്താ ഏരിയയുടെ ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതിനർത്ഥം എന്താ? ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്നാ. ലെങ്ത് എന്ന് പറയുന്ന 2 ക്വാണ്ടിറ്റികൾ ചേരുമ്പോഴേ ഏരിയ ഉണ്ടാവുന്നതെന്ന് അർത്ഥം. വേണം നമുക്ക് ഡെൻസിറ്റി അഥവാ സാന്ദ്രത ഒന്ന് എഴുതി നോക്കാം. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാ. വോളിയം. അപ്പൊ ഞാൻ നമ്മുടെ മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ പറയാം? മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന് പറയാം. അതാണ് വോളിയം. അപ്പൊ ഈ ക്വാണ്ടിറ്റികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്പീഡ് എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത്, ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്, വർക്ക് എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്നെല്ലാം പറയുന്നതെല്ലാം ഏതാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളാണ്. കാരണം അവയെ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ ടേമിലാണ് നമ്മൾ അവയെല്ലാം എന്ത് ചെയ്യുന്നത്? കണ്ടെത്തുന്നത്. സോ ഞാൻ ഈ എഴുതിയതിനകത്ത് മാസിന് എവിടെയെങ്കിലും ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടോ? ലെങ്തിനൊരു ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ടോ? ടൈമിനൊരു ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇലക്ട്രിക് കറണ്ടിന് ഇക്വേഷൻ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇവയ്ക്കെല്ലാം ഒരു മറ്റു ക്വാണ്ടിറ്റികൾ നമ്മൾ എഴുതിയ പോലെ ഒരു ഡെഫിനിഷനോ മറ്റു ഡെഫിനിഷൻ ഉണ്ട്, മറ്റു ഇക്വേഷൻസുകളോ പോലും ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. പക്ഷേ സ്പീഡ് ഇൻഡിപെൻഡന്റ് അല്ല, ഡിപ്പെൻഡഡ് ഓഫ് ഈച്ച് അതർ. ഡിസ്റ്റൻസ് ബൈ ടൈമുമായിട്ട് ചേരുമ്പോഴാണ് സ്പീഡ് ഉണ്ടാവുന്നത്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റും ടൈം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുമായിട്ട് ചേരുമ്പോഴാണ് വെലോസിറ്റി ഉണ്ടാവുന്നത്. ഏരിയ ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ചേരുമ്പോഴാണ് ഏരിയ ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ക്ലിയർ ആണോ? ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഡൗട്ട് ഉണ്ടോ? യെസ് 1 2 3 4 5 പേർക്ക് മനസ്സിലായിട്ടുണ്ട്. 5 പേരല്ലോ ഇതിനകത്തുള്ള 6 പേർക്ക് മനസ്സിലായി. ഏകദേശം 20 ഞങ്ങൾ 2 3 പേര് വെച്ച് എന്റെ 2 അക്കൗണ്ടും
നമ്മുടെ സാറിന്റെ അക്കൗണ്ടിലൂടെ മാറുമ്പോൾ 3 അക്കൗണ്ട് കുറയും. 3 അക്കൗണ്ട് പറയുമ്പോൾ 22 പേര് ക്ലാസ്സിലുണ്ട്. 22 പേരിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 പേർക്കാണ് മനസ്സിലായത്. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണോ? ഇപ്പൊ എല്ലാരും അവിടെ ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, സമാധാനമായി. എല്ലാരും ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുമായിരിക്കും അല്ലേ? എന്ത് സൗകര്യ. പണ്ട് നമുക്ക് ക്ലാസ്സിൽ പോയി ഇരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ബോർഡിൽ എഴുതാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴായിരുന്നു ബാഗിൽ ഇരിക്കുന്ന ബിസ്ക്കറ്റും മുട്ടായും അല്ലെങ്കിൽ അടുത്തിരിക്കുന്നതിനെ പേന എടുത്ത് വരെ എറിയുന്ന ഒരു അവസ്ഥ നമുക്ക് വളരെ പേടിച്ചുള്ള രീതിയിൽ ഇതൊരു കള്ളത്തരം ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങള് ഇപ്പൊ എന്താണ്ട് ഇവിടെ ക്ലാസ് കിടക്കുന്ന വേണേ ഫ്രെഡില് പൊറോട്ടയും ബീഫ് കറി എടുത്ത് വെക്കുന്ന ഒരു അവസ്ഥയാണ്. തിന്നുകൊണ്ട് ക്ലാസ് കേൾക്കാം, എവിടെയെങ്കിലും ചാരി കിടന്നുകൊണ്ട് ക്ലാസ് കേൾക്കാം. എന്താണ് അവസ്ഥ അല്ലേ? ഇതാണോ നല്ലത്? സ്കൂളിൽ പോയി പഠിക്കുന്നതാണോ നല്ലത്? റീഹ ലാസ്റ്റ് മെസ്സേജ് അയച്ചാൽ റീഹ, അതുകൊണ്ടാണ് റീഹ എന്ന് വിളിച്ചേ. ഏതാ നല്ലത്? ഇങ്ങനത്തെ ഇങ്ങനെ ഇരിക്കുന്ന ക്ലാസ് ഈ വീട്ടിൽ തന്നെ ഈ സോഫയിലൊക്കെ സ്കൂളിൽ നിന്നാ കൃഷ്ണാകത്ത് സ്കൂള് ഭാവിയിൽ നമുക്ക് കുറച്ച് നാൾ സമയമൊക്കെ എടുക്കുമ്പോൾ ഒരു ഇച്ചിരിയും കൂടെ ടൈം എടുക്കും നമ്മുടെ സ്കൂളും കാര്യങ്ങളെല്ലാം തുറക്കാം. നമുക്ക് നമ്മുടെ പടച്ചവന്മാരോട് ദൈവത്തോടൊക്കെ നമുക്കത് പ്രാർത്ഥിക്കാം. ഈ സ്ഥാനത്തെ ഈ പാൻഡമിക്കിൽ നമുക്ക് ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ സ്കൂളൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റു ചില രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളിടത്ത് തുറന്നിട്ടുണ്ട്. മാസ് വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള എല്ലാം നടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും വീണ്ടും സ്കൂളിലോട്ട് തന്നെ പോകാം. യഥാർത്ഥത്തില് ടീച്ചിങ്ങിനകത്തും നേരിട്ടുള്ളൊരു ക്ലാസ്സാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്പോൺസ് വളരെ കുറവാണ്. നിങ്ങളുള്ളൊരു അറ്റൻഷൻ നമുക്കൊരു എല്ലാ ക്ലാസ് റൂമിൽ കൊടുക്കുന്ന എല്ലാ രീതിയിലും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലവും കാര്യങ്ങളും ഉണ്ട്. സോ നമ്മളിപ്പം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ കുറിച്ചും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ആ ഒരു സെക്ഷൻ ഞാൻ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമ്മള് മെഷറിംഗ് പ്രോസസ്സിലോട്ടൊന്ന് പോകാൻ പോവാം. നമ്മള് മെഷർമെന്റ് ഒരുപാട് നടത്താറുണ്ട്. സോ അടുത്തൊരു ഹെഡിങ് എല്ലാവരും എഴുതിക്കേ, മെഷർമെന്റ് എന്ന് ഹെഡിങ് എഴുതുക. മെഷർമെന്റ് എന്ന് ഹെഡിങ് എഴുതുക എല്ലാവരും. ഹെഡിങ് എഴുതിയോ മെഷർമെന്റ് എന്ന്? എല്ലാവരും മെഷർമെന്റ് എന്ന് ഹെഡിങ് എഴുതുക. നമ്മൾ എന്തൊരു കാര്യം മെഷർ ചെയ്താലും ആ മെഷർ ചെയ്യുന്നതിന് 2 പാർട്സുകൾ ഉണ്ടായിരിക്കും. കൃഷ്ണയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായ കൃഷ്ണ? സുജിന കുഞ്ഞെന്ന് എഴുതി. യെസ്, കൃഷ്ണയുടെ വയസ്സ് ചോദിക്കുമ്പം 16 മാത്രമാണോ കൃഷ്ണ പറയുന്നേ? കൃഷ്ണയുടെ വയസ്സെന്ന് ചോദിക്കുമ്പോ 16 എന്തെന്നും കൂടെ ചേർക്കണം. വെറും 16 എന്ന് പറഞ്ഞാല് 16 മാത്രം പറഞ്ഞാൽ ഓക്കെ ആവൂ? 16 വർഷം അഥവാ 16 ഇയേഴ്സ് എന്നല്ലേ നമ്മൾ പറയണ്ടേ? കൃഷ്ണ ഞാൻ 16 വർഷമായി ജനിച്ച് എന്ന് പറയണ്ടേ? അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ കടയിൽ പോയി ഒരു സാധനം മേടിച്ചു, 5 കിലോഗ്രാം അരി, 10 കിലോഗ്രാം നമ്മുടെ മറ്റെന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി. സമയം നോക്കിയപ്പം 2 മിനിറ്റ് ആയി ക്ലാസ് തുടങ്ങിയിട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണേ. നമ്മൾ ഏതൊരു മെഷർമെന്റ് നടത്തുമ്പോഴും ആ മെഷർമെന്റിന് ഇവിടെ 2 മെയിൻ പാർട്സുകൾ ഉണ്ടായിരിക്കും. ഒന്ന് നോക്കിക്കേ, ഒന്ന് കുറെ സംഖ്യകളാണ്, നമ്പേഴ്സ് ആണ്. 16, 5, 10, 2. രണ്ടാമത്തെ പാർട്സ് നോക്കിക്കേ, ഇയർ, കിലോഗ്രാം, മിനിറ്റ് എന്ന് എഴുതിയിരിക്കുന്നു. അരി ഇവിടെ ഇരിക്കട്ടെ, അതിനൊരു പേര് പറഞ്ഞതാണേ.
ഈ നമ്പേഴ്സ് ആയിട്ടിരിക്കുന്നതിനെ നമ്മൾ വിളിക്കും ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്നാണ് വിളിക്കുന്നത്. ന്യൂമറിക്കൽ വാല്യൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു നിമിഷം, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു മെഷർമെന്റ് നടത്താലും ആ മെഷർമെന്റ് 2 പാർട്സ് ഉണ്ട്. ഒന്നാമത്തെ ആളാണ് ന്യൂമറിക്കൽ വാല്യൂ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും മാഗ്നിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? മാഗ്നിറ്റ്യൂഡ് എന്ന് നമ്മൾ വിളിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ഏതൊരു മെഷർമെന്റ് നടത്തിയാലും അതിന് 2 പാർട്സ് ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ആളാണ് ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയും. ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നേ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. രണ്ടാമത്, നമ്മൾ ഏതൊരു മെഷർമെന്റ് നടത്തുമ്പോഴും അതിന്റെ കൂടെ നമ്മൾ എന്തും പറയാറുണ്ട്? ഒരു കിലോഗ്രാം, മിനിറ്റ്, സെക്കൻഡ്, മില്ലിഗ്രാം, ഗ്രാം. അതിനെ എന്ത് വിളിക്കും? അതാണ് നമ്മുടെ ചാപ്റ്ററിലെ മെയിൻ ഐറ്റം. അതിനെ എന്ത് വിളിക്കും? പോട്ടെ. യെസ്, യൂണിറ്റ്സ് എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ഏതൊരു മെഷർമെന്റ് നടത്തിയാലും ആ മെഷർമെന്റ് എന്തുണ്ട്? 2 പാർട്സ് ഉണ്ട്. ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഒരു സംഖ്യകൾ കാണും. അതിനെ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ എന്താ വിളിക്കുന്നത്? യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ എന്താ വിളിക്കുന്നത്? അതിനെ യൂണിറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ എന്താ വിളിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ പാർട്സ് ആരാന്ന് ചോദിച്ചാൽ യൂണിറ്റ്സ് ആണ്. രണ്ടാമത്തെ പാർട്സ് ആരാന്ന് ചോദിച്ചാൽ അത് യൂണിറ്റ്സ് ആണ്. സോ അതുകൊണ്ടൊരു സെന്റൻസ് ഞാൻ ഇവിടെ, ടു എക്സ്പ്രസ് ദ മെഷർമെന്റ് ഓഫ് a physical quantity. നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മെഷർ ചെയ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴും, ടു എക്സ്പ്രസ് ദ മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, we need to know KNOW, 2 things. എന്തൊക്കെയാ? നമ്പർ 1, ന്യൂമറിക്കൽ വാല്യൂ ഓർ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സംഖ്യ. 2, സൈസ് ഓഫ് ദ യൂണിറ്റ് എന്നാണ്. യൂണിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും സൈസ് ഓഫ് ദ യൂണിറ്റ്. അതെന്തുകൊണ്ടാണ് ഞാനിവിടെ സൈസ് ഓഫ് ദ യൂണിറ്റ് പറയാനുള്ള കാരണം? നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ മീറ്റർ പറയാറുണ്ട്, മില്ലിമീറ്റർ പറയാറുണ്ട്, സെന്റിമീറ്ററും പറയാറുണ്ട്. മാസ് മെഷർ ചെയ്യുമ്പോൾ കിലോഗ്രാം പറയാറുണ്ട്, ഗ്രാം പറയാറുണ്ട്, മില്ലിഗ്രാം പറയാറുണ്ട്, കിൻഡൽ പറയാറുണ്ട്, ടൺ പറയാറുണ്ട്. ടൈം മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ടൈം മിനിറ്റിൽ പറയാറുണ്ട്, സെക്കൻഡിൽ പറയാറുണ്ട്, അവറിൽ പറയാറുണ്ട്, വീക്കിൽ പറയാറുണ്ട്, ഡേയിൽ പറയാറുണ്ട്, ഇയറിൽ പറയാറുണ്ട്. സോ അതുകൊണ്ട് അവിടെ സൈസ് ഓഫ് ദ യൂണിറ്റ് നമുക്ക് എഴുതാൻ കഴിയും. സൈസ് ഓഫ് ദ യൂണിറ്റ്. സോ ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്തുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഞാൻ അവിടെ എഴുതാൻ പോവാം. സോ ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ബോർഡിലോട്ട് വരിക. മെഷർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ എന്ന് എഴുതാം. സോ ഞാനിവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് എഴുതുകയാണ്, ഇൻറ്റു ആരെന്ന് എഴുതാം? യൂണിറ്റ് എന്ന് എഴുതാം. ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് Q എന്നും മാഗ്നിറ്റ്യൂഡിന് ഞാൻ N എന്നും, ഒരു നമ്പർ ആയതുകൊണ്ട് അതിനെ N എന്നും, യൂണിറ്റിന് ഞാൻ എന്തെന്നിട്ടു? U എന്നും ഞാൻ ഇട്ടു. സോ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ സാധാരണ ഇങ്ങനെയാണ് എഴുതുന്നത്.
മെഷർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ നമുക്ക് ഈ ഒരു രൂപത്തിൽ എഴുതാൻ കഴിയും. എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ്സ്. മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ്സ് നമുക്ക് എഴുതാൻ കഴിയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോടോ? ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യം നമ്മൾ മെഷർമെന്റിന് 2 പാർട്സ് ഉണ്ട്. ഒന്ന് ന്യൂമറിക്കൽ വാല്യൂ, 2 യൂണിറ്റ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ യൂണിറ്റ്. അപ്പൊ നമ്മൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു? Q is equal to N into U എന്ന് എഴുതി. N into U എന്ന് എഴുതി. ഇനി ഈ എന്നും യുവും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. സോ അടുത്ത ഞാൻ പറയാൻ പോകുന്നതാണ്, മനസ്സിലാക്കി തന്നെ പോകണം. റിലേഷൻ ബിറ്റ്വീൻ N ആൻഡ് U. നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂവും യുവും തമ്മിലുള്ളൊരു റിലേഷൻ ഉണ്ട്. ഞാൻ അത് ഇവിടെ എഴുതാൻ പോവാം. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് പറയാം. ഞാനിപ്പോൾ ലെങ്ത് മെഷർ ചെയ്തു. ഒരു ലെങ്ത് റൂമിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റോ എന്തോ ഞാൻ മെഷർ ചെയ്തു. ആ ലെങ്ത് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 5 മീറ്റർ എന്നാണ്. ആ 5 മീറ്ററിനെ ഞാൻ 500 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇതിനകത്ത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിനകത്ത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടെന്ന് പറയാൻ കാരണം ആദ്യത്തേനകത്ത് ഏത് വാല്യൂ ഉണ്ട്? 5ഉം രണ്ടാമത്തിൽ എന്തോ ഉണ്ട്? 500 ഉണ്ട്. അതിന്റെ കൂടെ തന്നെ യൂണിറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? മീറ്ററും ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ സെന്റിമീറ്ററും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ എഴുതിയ റിലേഷൻ ബിറ്റ്വീൻ എന്നും യുവും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? സെന്റിമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണോ വലുത്? മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണോ വലുത്? മീറ്റർ. 500 ആണോ വലുത്? 5 ആണോ വലുത്? 500. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ പറയാൻ പറ്റുമോ? നമ്മുടെ സൈസ് ഓഫ് ദ യൂണിറ്റ് സ്മാൾ ആവുകയാണെങ്കിൽ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ന്യൂമറിക്കൽ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകതയും, സൈസ് ഓഫ് ദ യൂണിറ്റ് മീറ്റർ എന്ന് പോലുള്ള വലിയ യൂണിറ്റുകൾ ഉപയോഗിച്ചപ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്ന നമ്പറിന് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിന് എന്താണ് പ്രത്യേകത? ഇത് നോക്ക്, ഞാനിവിടെ ചോദിച്ച ചോദ്യം. സെന്റിമീറ്റർ എന്ന് പറയുന്ന ആള് ചെറിയ യൂണിറ്റും ലെങ്കിന്റെ വലിയൊരു യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. അതിൽ സെന്റിമീറ്റർ ഉപയോഗിച്ചപ്പോൾ അതിന്റെ കൂടെ ഉപയോഗിച്ച മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്ന വലിയ നമ്പറാണ് 500. പക്ഷെ അതേപോലെ ലാർജ് യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ അതിന്റെ കൂടെ ഉപയോഗിച്ച ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ചെറിയൊരു നമ്പറാണ് ഉപയോഗിച്ചത്. അതായത് ഞാൻ ഈ എഴുതിയ കാര്യം ഞാൻ ഒരു സെന്റൻസ് ആക്കാം. സ്മാളർ ദ സൈസ് ഓഫ് ദ യൂണിറ്റ്. നമ്മൾ എടുക്കുന്ന യൂണിറ്റിന്റെ സൈസ് സ്മാൾ ആണെങ്കിൽ, സ്മാളർ ദ സൈസ് ഓഫ് ദ യൂണിറ്റ്, the larger is the numerical value. The larger is the numerical value. Larger is the numerical value. അങ്ങനെയാണ് ഇവരെ രണ്ടുപേരെ കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം പറയാം. എന്നും യുവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്നും യുവും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? അതൊരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് വെച്ച് നോക്കിക്കേ. യൂണിറ്റ് ചെറുതാണെങ്കിൽ, അതായത് സെന്റിമീറ്റർ, അതിന്റെ കൂടെ ഇരിക്കുന്ന ന്യൂമറിക്കൽ നമ്പർ വലുതായിരിക്കും.
യൂണിറ്റ് വലുതാണെങ്കിൽ അതിന്റെ കൂടിയിരിക്കുന്ന നമ്പർ ചെറുതായിരിക്കും. അതാണ് ഇവിടുത്തെ സ്മാളർ ദ സൈസ് ഓഫ് ദ യൂണിറ്റ്, ദ ലാർജർ ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ. ലാർജർ ഈസ് ദ സൈസ് ഓഫ് ദ യൂണിറ്റ്, സ്മാളർ ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് ദ യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോടോ? ഇത് ക്ലിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം, ആണെങ്കിൽ ആണെന്ന് തന്നെ പറയണം. ക്ലിയർ ആണ്. യെസ്. ബാക്കിയുള്ളവര് ഒരാൾക്ക് മാത്രമാണോ? ബാക്കി ഇന്നത്തെ ഒരുപാട് പേരില്ലേ? അപ്പൊ അവർക്ക് എല്ലാവർക്കും റിപ്ലൈ ഇടാം. ഞാൻ വേറൊരു എക്സാമ്പിൾ വേണേ പറയാം. മാസിന്റെ ഒരു യൂണിറ്റ് ആണ് മാസ്. ഞാൻ മെഷർ ചെയ്തൊരു മാസ് ആണ് പറയുന്നത്. 1 ഗ്രാം ഞാൻ മെഷർ ചെയ്യും. 1 ഗ്രാം. അല്ലെങ്കിൽ ഞാൻ മാസ് എം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ഞാൻ മെഷർ ചെയ്യും. 1 കിലോഗ്രാം. അതിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് അവിടെ വന്നു അത് 1000 ഗ്രാം ആണ്. ആണോടെ? യെസ് ഓർ നോ? യെസ്. ഇതില് ഗ്രാം എന്ന് പറയുന്ന യൂണിറ്റും ഉപയോഗിക്കുന്നുണ്ട്, കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റും ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാം ആണോ വലുത്, കിലോഗ്രാം ആണോ വലുത് യൂണിറ്റുകളിൽ? മാസിന്റെ വലിയ യൂണിറ്റ് ഏതാ? കിലോഗ്രാം. ചെറിയ യൂണിറ്റ് ഏതാ? ഗ്രാം. ഗ്രാം. വലിയ യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ അതിന്റെ കൂടെ വരുന്ന നമ്പർ എന്താ? ചെറിയ സംഖ്യകളാണ്. ചെറിയ യൂണിറ്റ് ആയ ഗ്രാം ഉപയോഗിച്ചപ്പോൾ അതിന്റെ കൂടെ വന്ന നമ്പര് വലുതാണ്, 1000 ആണ്. 1000 ആണോ വലുത്, 1 ആണോ വലുത്? 1000. അപ്പൊ അവര് തമ്മിലുള്ള ബന്ധം എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീത അനുപാതത്തിലല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. n is inversely proportional to u. ക്ലിയർ ആണോ? ഇത് ഓർത്ത് വെച്ചിരിക്കണം. യെസ്, ഇത് ഓർത്ത് തന്നെ വെച്ചിരിക്കണം. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധാരണ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവുന്ന കാര്യം തന്നെ. അപ്പൊ അന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, n is inversely proportional to u. നോട്ട് ചെയ്തോളൂ, പെട്ടെന്ന് നോട്ട് ചെയ്തോ. എക്സാമ്പിൾ എഴുതി വെച്ചോ. എക്സാമ്പിളും എഴുതി വെക്കുക. ഓക്കെ, എഴുതിയോ? എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എഴുതിയോടോ? ശരി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നായി. അപ്പൊ നമ്മൾ ഏതൊരു മെഷർമെന്റ് എടുത്താലും ഇതെന്തോടെ ഓ ഇട്ട് കളിക്കുന്ന അമയൊക്കെ, അമയും എന്തൊക്കെ ഓ മലപ്പുറത്തങ്കാട് ഓ ആട്ടാണോ? ഞാൻ കൊല്ലംകാരനാണ് കേട്ടോ. ശരി, അടുത്തൊരു നല്ലൊരു ഹെഡിങ് എഴുതി, യൂണിറ്റ്. യൂണിറ്റ് എന്നൊരു ഹെഡിങ് എഴുതി എല്ലാവരും. യൂണിറ്റ് എന്ന ഹെഡിങ് എല്ലാവരും എഴുതി. യൂണിറ്റ്സ്, യൂണിറ്റ്സ് എന്ന് എല്ലാവരും ഹെഡിങ് എഴുതി. യൂണിറ്റ്സ്. എല്ലാവരും എഴുതിയോ യൂണിറ്റ്? എല്ലാവരും എഴുതി യൂണിറ്റ്. നിങ്ങൾ എഴുതുന്ന, ഞാൻ ഈ എഴുതിയ പോലെ തന്നെ നിങ്ങൾ എഴുതുന്ന ബുക്ക് എഴുതുമ്പോൾ എന്തായിരിക്കണം? നീറ്റ് ആയിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് കളർഫുൾ ആക്കാൻ പറ്റുന്ന കാര്യമല്ല പറഞ്ഞേ. നിങ്ങൾ എഴുതുന്ന നോട്ട്ബുക്കിൽ പരമാവധി നീറ്റായിട്ട് നമ്മൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നീറ്റാക്കി എഴുതിയെടുത്താൽ മാത്രമേ നമുക്കത് വീണ്ടും ഒന്നുകൂടെ നോക്കുമ്പോൾ വായിക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നുള്ളൂ അതിനോട്. ഇവിടെ ലെങ്തിന്റെ യൂണിറ്റ് കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് മീറ്റർ. ടൈമിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ.
അയ്യോ എഴുതി തെറ്റിപ്പോയി എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് തെറ്റാണെന്ന്? അപ്പൊ ഞാനിത് ബോധത്തോടെ എഴുതിയതാ. ലെങ്തിന്റെ യൂണിറ്റ് നമ്മൾ ഒരിക്കലും കിലോഗ്രാം പറയത്തില്ല. മാസിന്റെ യൂണിറ്റ് ഒരിക്കലും നമ്മൾ മീറ്റർ പറയത്തില്ല. ടൈമിന്റെ യൂണിറ്റ് ഒരിക്കലും നമ്മൾ എന്ത് പറയില്ല? സെന്റിമീറ്ററും പറയില്ല. ലെങ്തിന്റെ യൂണിറ്റ് നമ്മൾ അവിടെ മീറ്ററേ പറയുള്ളൂ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമേ പറയുള്ളൂ. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡേ പറയുള്ളൂ. കടയിൽ ചെന്നിട്ട് 5 കിലോഗ്രാം അരിക്ക് പകരം 5 മീറ്റർ അരി എന്ന് നമ്മൾ പറയാറുണ്ടോ? ഉണ്ടോ അമ്മയ? ഉണ്ടോ? കടയിൽ ചെന്നിട്ട് സമയം നിങ്ങളോട് ചോദിക്കുമ്പോൾ 10 മണിയായെന്നുള്ളതിന് പറയുമ്പോൾ 10 മീറ്റർ ടൈമായി നമ്മൾ പറയാറുണ്ടോ? ഇല്ല. നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലും, മാസ് എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലോ, ലെങ്ത് എന്ന് എടുത്താലോ, ടൈം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലോ, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. കടയിൽ പോയി 5 കിലോഗ്രാം അരി എന്ന് പറയുന്ന പോലെ, സമയം 1 മണിക്കൂർ എന്ന് പറയുന്ന പോലെ, ലെങ്ത് 5 മീറ്റർ എന്ന് പറയുന്ന പോലെ, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അതിന്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലെങ്തിന്റെ കൂടെ മീറ്റർ ഉപയോഗിക്കുന്ന പോലെ, മാസിന്റെ കൂടെ കിലോഗ്രാം ഉപയോഗിക്കുന്ന പോലെ, ടൈമിന്റെ കൂടെ സെക്കൻഡ് ഉപയോഗിക്കുന്ന പോലെ, മാസിന്റെ കൂടെ കിലോഗ്രാം വരുന്ന പോലെ. അതായത് നമ്മുടെ പേര്, എൻ്റെ പേരിപ്പം ആലിഫ് മുഹമ്മദ് എ എന്നാണ് എൻ്റെ പേര്. ഇതില് എ എന്ന് പറയുന്ന എൻ്റെ ഇനിഷ്യലാ. ഞാനെന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ വാപ്പാടെ പേരെ ഞാൻ ഇനിഷ്യലായിട്ട് എടുത്തോളൂ. വേറെ ആരുടെയും പേര് ഞാൻ എടുത്തിടുവോ ഇനിഷ്യലായിട്ട്? ഒരിക്കലും ഇല്ല. അപ്പൊ ഞാനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എൻ്റെ കൂടെ ഞാൻ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതെന്റെ ഇനിഷ്യലായിട്ട് ഞാൻ. അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്താലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കൂടെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് യൂണിറ്റിന്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ, the standard amount of a physical quantity chosen to measure the physical quantity of the same kind എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മലയാളത്തിൽ ഓർത്ത് വെച്ചാൽ മതി, ഏതൊരു ക്വാണ്ടിറ്റിയും നമ്മൾ മെഷർ ചെയ്യുമ്പോഴും ആ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ കൂടെ അയാളുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അതിന്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. സോ ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മൾ ഏതൊരു മെഷർമെന്റ് നടത്തുമ്പോഴും ആ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ കൂടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഉപയോഗിക്കാറുണ്ട്. ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കും. അപ്പൊ അതിനെ ഞാനാണെങ്കിൽ ഫിസിക്കൽ യൂണിറ്റ്, അല്ലെങ്കിൽ അതിനെ സിംപ്ലി നമുക്ക് എന്ത് വിളിക്കാം? യൂണിറ്റ് എന്ന് വിളിക്കാം. എന്താണ് ഫിസിക്കൽ യൂണിറ്റിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് the standard amount of a physical quantity the standard amount of a physical quantity chosen to measure the quantity of the same kind. The quantity of the same kind is called physical unit. Physical unit, the standard amount of a physical quantity chosen
chosen to measure the physical quantity of the same kind is called a physical unit. Clear ആണോ? Clear ആണോ? Yes, sir. Yes. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ഒരിക്കലും ഈ യൂണിറ്റ് എന്ന് പറയുന്ന ഒരാളുടെ ഡെഫിനിഷൻ ചോദിക്കത്തില്ല. എന്താണ് യൂണിറ്റ് എന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കത്തില്ല. പക്ഷെ ചോദിക്കും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫിസിക്കൽ യൂണിറ്റ് ചോദിക്കും. സോ റൈറ്റ് എ ഹെഡിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫിസിക്കൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അമ്മ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിറ്റ്സ് എന്ന് എഴുതാം. ഫിസിക്കൽ യൂണിറ്റ്സ്. Characteristics of physical units. ഒന്നാമത്തെ ക്യാരക്ടർ പറയാണ് ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. നമ്മൾ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മീറ്റർ എന്ന് പറഞ്ഞാലും കിലോഗ്രാം എന്ന് പറഞ്ഞാലും സെക്കൻഡ് എന്ന് പറഞ്ഞാലും കെൽവിൻ എന്ന് പറഞ്ഞാലും ആംപിയർ എന്ന് പറഞ്ഞാലും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആയ മോള് പറഞ്ഞാലും ലൂമിനസ് ഇന്റൻസിറ്റിയുടെ കാൻഡില പറഞ്ഞാലും അതിനെല്ലാത്തിനും എന്താണ് ഒരു പെർഫെക്റ്റ് ഡെഫിനിഷൻ ഉണ്ട്, ഒരു പെർഫെക്റ്റ് സൈസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. It should be well defined. രണ്ട്, it should be of convenient size. It should be of convenient size. ഒരു നിമിഷം. It should be a convenient size. ഇതിനെ കൺവീനിയന്റ് സൈസ് എന്ന് പറയാൻ കാരണം ഇതിന് എന്തുണ്ട്, ഒരു പ്രോപ്പർ സൈസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു കൺവീനിയന്റ് സൈസ് എന്ന് പറയാൻ. ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. It should be of convenient size. It should not change with the time. ഒരു നിമിഷം. It should be of convenient size. അടുത്തത് പറയുമ്പോൾ it should not change with the time. സമയം അനുസരിച്ച് മാറത്തില്ല. It should not change with the time. It should not change with the time. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആണ്. കാരണം എവിടെ ചെന്നാലും ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിച്ചാലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് നമ്മൾ എന്ത് എല്ലാത്തിനും യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി internationally acceptable. It should be internationally acceptable. On the note though, then the characteristics, first one, it should be well defined. It should be of convenient size. It should be of convenient size. It should not change with the time. Should not change with the time. It should be internationally acceptable. It should be internationally acceptable. Avada porairunno.
ഞാൻ എടുത്തിട്ടോളേ. പറഞ്ഞ ഞാൻ മാറ്റിയിട്ട് അജീഷ് വരും എടുത്തോണ്ട് പോയി. It should be well defined. It should be of convenient size. It should not change with the time. It should be internationally acceptable. Internationally acceptable എന്ന് പറയാൻ കാരണം നമ്മള് ഇവിടുന്ന് അമേരിക്കയിൽ ചെന്നിട്ട് കടയിൽ ചെന്നിട്ട് 5 കിലോഗ്രാം അരി അല്ലെങ്കിൽ റൈസ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ കിലോഗ്രാം എന്ന് പറഞ്ഞ യൂണിറ്റ് ഇല്ലാതെ നമ്മൾ പറയത്തില്ല. സോ അതുകൊണ്ട് ഇന്റർനാഷണലി എന്താണ് അക്സെപ്റ്റബിൾ ആണ്. ക്ലിയർ ആണോ ഈ 4 ക്യാരക്ടർ? ക്ലിയർ ആണോ? അതുപോലെ 5ാമത്തെ ഒരെണ്ണം കൂടെ എഴുതണം. ഇറ്റ് ഷുഡ് ബി ഈസിലി ആക്സസിബിൾ. It should be easily accessible. ACCESSIBLE accessible. ഈ ഒരു 5 സിമ്പിൾ ക്യാരക്ടർ ഓർത്ത് വെച്ചേക്കണം. It should be easily accessible. It should be internationally acceptable. It should not change with the time. It should be of convenient size. It should be well defined. ഇതാണ് ആരുടെ യൂണിറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? സാർ 5ാമത്തെ ക്യാരക്ടർ എന്ന് പറയോ? ഇറ്റ് ഷുഡ് ഈസിലി ആക്സസിബിൾ. നമുക്ക് പെട്ടെന്ന് ലഭ്യമാകുന്നതാണ്. നമുക്കത് ഉപയോഗിക്കാം. നമുക്ക് എവിടെ വേണേലും ഏത് സിറ്റുവേഷനിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു യൂണിറ്റ്, ഉപയോഗിക്കാൻ കഴിയുന്ന ആളാണ് ഈ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ശരി, ഗുഡ്. നമ്മൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ ഓടിച്ച് പറയാണ്. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറഞ്ഞ ആദ്യം. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് കാൾഡ് ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ the quantity which can be measured directly or indirectly are called physical quantity എന്ന് നമ്മൾ പറയാം. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 ടൈപ്പ് ആണുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, 2 ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്ക് മറ്റു പേരുണ്ട്, ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാറുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ് ഞാൻ ആദ്യം നൽകിയത്. മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇങ്ങനെ 7 ഞാൻ ആദ്യമേ തന്നു. 7 കുറച്ച് 2-3 പേരോട് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഡെഫിനിഷൻ ഞാൻ ഇങ്ങനെ പറഞ്ഞ, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിനെ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. രണ്ടാമത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. The physical quantities which can be expressed in terms of fundamental physical quantity. Fundamental physical quantity ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റിയെ വിളിക്കാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന്. അതിനുള്ള എക്സാമ്പിൾ ഇതാണ്: സ്പീഡ്, വെലോസിറ്റി, ഏരിയ, ഡെൻസിറ്റി, ഫോഴ്സ്, മാസ്, വർക്ക്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പവർ. എന്തെടുത്താലും അത് ഏത് ക്വാണ്ടിറ്റിയാ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അടുത്ത ഒരു സെക്ഷനാണ് നമ്മുടെ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്തെടുത്താലേ പറ്റുകയുള്ളൂ. സോ നമ്മൾ ഏതൊരു മെഷർമെന്റ് നടത്തിയാലും ആ മെഷർമെന്റിന് 2 മെയിൻ പാർട്സുകളുണ്ട്. ഒന്ന് ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ സംഖ്യകളായിരിക്കും. 2 യൂണിറ്റ്സ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ യൂണിറ്റ് നമുക്ക് അതിനെ പറയാം. നമുക്കൊരു ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ എഴുതും? മെഷർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഗിവൺ ക്വാണ്ടിറ്റി ഇൻറ്റു ദ യൂണിറ്റ്സ്. നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അഥവാ അളവും ഇൻറ്റു അവയുടെ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കാറ്. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു NU എന്ന് നമ്മൾ പറയുന്ന പോലെ. ഇതിൽ N-ഉം U-ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ N ആൻഡ് U. ലെങ്തിന്റെ യൂണിറ്റ് 5 മീറ്ററും 500 സെന്റിമീറ്റർ എന്ന് മാറ്റാം. 5 മീറ്ററിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 500 സെന്റിമീറ്റർ എന്ന് മാറ്റാം. ഇവിടെ 5 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ല 5, 500 ഇവര് തമ്മിൽ മാഗ്നിറ്റ്യൂഡ് ഒന്ന് വലുതും ഒന്ന് ചെറുതാ. അതെങ്ങനെ കമ്പയർ ചെയ്യാം അതിന്റെ യൂണിറ്റുമായിട്ട്? സെന്റിമീറ്റർ എന്ന് പറയുന്ന ചെറിയ ഈ സ്മാളർ ക്വാണ്ടിറ്റി ഓഫ് യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ
അതിന്റെ കൂടെ ഉപയോഗിച്ച മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന നമ്പർ വലുതും, മീറ്റർ എന്ന് പറയുന്ന വലിയ യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ അതിന്റെ കൂടെ ഉപയോഗിച്ച നമ്പർ അഥവാ ന്യൂമറിക്കൽ വാല്യൂ ചെറുതുമാണ്. സോ സ്മാളർ ദ സൈസ് ഓഫ് ദ യൂണിറ്റ്, the larger is the numerical value. Smaller the size of the, ഇങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? 500 മീറ്റർ ആണോ വലുത് 500 സെന്റിമീറ്റർ ആണോ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മണ്ടൻ ചോദ്യം പോലെ തോന്നി. Both are same. Okay, good. Both are same. 600 സെന്റിമീറ്ററും 500 മീറ്റർ എന്ന് ചോദിച്ചാൽ എന്ത്? 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് പറയും? 600 സെന്റിമീറ്റർ. 600 സെന്റിമീറ്റർ. ഓക്കെ ഓക്കെ ശരി. സ്മാളർ ഈസ് ദ സൈസ് ഓഫ് ദ യൂണിറ്റ്, ലാർജർ ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ എന്നാണ്. അപ്പൊ അതിൽ നമുക്കൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോലെ ഫോം ചെയ്യാം. എന്നും യുവും തമ്മിലുള്ള റിലേഷൻ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമ്മൾ യൂണിറ്റ്, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്താലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. ഏതൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്താലും ആ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നതിന്റെ കൂടെ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു 5 ക്യാരക്ടർ നമ്മൾ യൂണിറ്റ്സിന്റെ പഠിച്ചു. ഒന്ന്, ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്, ഇറ്റ് ഷുഡ് ബി ഓഫ് കൺവീനിയന്റ് സൈസ്, ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതായത് 10 മണിയായപ്പോൾ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ കിലോഗ്രാം ആയി, ഒരിക്കലും ഇല്ല. അത് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ലെങ്തിന്റെ യൂണിറ്റ് കിലോഗ്രാം അല്ല, ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആണ്. രാജ്യങ്ങൾ എവിടെ ചെന്നാലും നമ്മൾ ഒരു കോമൺ, നമ്മൾ എല്ലാത്തിനും ഒരു കോമൺ യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറ്. സോ അതുകൊണ്ട് നമുക്ക് നാഷണലി മാത്രമല്ല, നമ്മുടെ ലോക്കൽ പഞ്ചായത്തിൽ മാത്രമല്ല, ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആണ്. 5th പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ഈസിലി ആക്സസിബിൾ ആണ്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ, അക്സസ് ചെയ്യാൻ കഴിയുന്ന, അക്സസിബിൾ ആയിട്ട് കഴിയുന്ന രീതിയിലുള്ളതായിരിക്കും ഈ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അദ്വിത ദാസ് ഉറങ്ങിയോ? രാവിലത്തെ ഉറക്കത്തിന്റെ മൂഡിൽ ഇരുന്ന് ഉറങ്ങിപ്പോയോ? നോ. പറഞ്ഞത് മനസ്സിലായോ അദ്വിത? നോയോ? മനസ്സിലായെന്നാണോ ഉറങ്ങിയെന്നില്ല ഇല്ലെന്നാണോ? ഏതിനാണ് ഇതിന്റെ മീനിങ്? നിങ്ങൾ നോ ഇട്ടത് ഉറങ്ങിയില്ലെന്നുള്ളതിന്. ഓക്കെ ശരി, ഓക്കെ ഓക്കെ ശരി. പിന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ, ആദ്യം ഞാനൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇതിനകത്തൊരു ബോയ്സിന്റെ വോയിസ് വരുന്നല്ലോ. ആ കുട്ടിയുടെ പേരെന്നാ? ഷാബിൽ റഷീദ്. കേട്ടില്ല. ഷാബിൽ റഷീദ്. ഷാബിൽ റഹീദ്. ഇന്നത്തെ വേറെ ബോയ്സ് ഉണ്ടോ? ഷാബിൽ ഗാലക്സി A21 അല്ലെ? ഓക്കെ. ഇതിനകത്ത് വേറെ ഏതെങ്കിലും ബോയ്സ് ഉണ്ടോ? അൻകിദ് ജി ബോയ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് അതാണ് മിണ്ടാതിരിക്കുന്ന നീ. ശരി, നമ്മള് യൂണിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ കയ്യില് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ കൂടെ അത് റിലേറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ഉപയോഗിക്കാറുണ്ട്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ കൂടെ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഉപയോഗിക്കാറുണ്ട്. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്കും യൂണിറ്റ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിക്കും എന്തുണ്ട്? യൂണിറ്റ്സ് ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ വിളിക്കും ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കും ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും വിളിക്കും. അത് ഡെഫിനിഷൻ വേണോ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കും, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കും. നോട്ട് വേണോ അത്? Yes or no? No. ശരി, നമുക്ക് ഈ അടുത്ത പ്രധാനപ്പെട്ട ഒരു സാധനം നമുക്കൊന്ന് പഠിക്കാം. ഹെഡിങ് എല്ലാവരും എഴുതുക, അതുകൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് ഹെഡിങ് എഴുതുക.
സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് ഹെഡിങ് എഴുതുക. സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് ഹെഡിങ് എഴുതുക. സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് ഹെഡിങ് എഴുതുക. സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് ഹെഡിങ് എഴുതുക. ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് വിളിക്കാൻ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് which is used to measure all kind of fundamental and derived quantities called system of unit. കേട്ടിട്ടൊന്നും ഞെട്ടൊന്നും വേണ്ട. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, കടയിൽ ചെല്ലുമ്പം നമ്മുടെ വീട്ടിലേക്ക് 1 കിലോ അരി മതി, അല്ലെങ്കിൽ 5 കിലോഗ്രാം അരി. അതിന് പകരം പോയി ഒരു കിൻഡൽ അരി മേടിച്ചോണ്ട് വരുമോ? മേടിച്ചോണ്ട് വരുവോടാ? നോ, ഇല്ല. ആ സിറ്റുവേഷനിൽ നമ്മള് മാസിന്റെ എന്തുപയോഗിക്കും? ചെറിയ യൂണിറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളതനുസരിച്ച് നമ്മൾ ഇവിടെ ഉപയോഗിക്കും. ഇതില് ഫ്രാൻസുകാർ കൊണ്ടുവന്ന ഒരു രൂപമുണ്ട്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഫ്രഞ്ചുകാർ കൊണ്ടുവന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ 3 ക്വാണ്ടിറ്റികൾ, അതായത് മാസ് അല്ല ലെങ്ത്, മാസ്, ടൈം ഓർഡർ. ഒന്ന് ലെങ്ത്, രണ്ടാമത്തെ ക്വാണ്ടിറ്റി മാസ്, മൂന്നാമത്തെ ക്വാണ്ടിറ്റി എന്താണ്? ടൈം. ഇവർക്ക് 3 പേർക്കും സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് പല യൂണിറ്റുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതിൽ ഒന്നാമത്തെ സിസ്റ്റത്തിന്റെ പേരാണ് നമ്മുടെ ഫ്രാൻസുകാർ കൊണ്ടുവന്ന സിസ്റ്റം. അതിനെ നമ്മൾ വിളിക്കും CGS സിസ്റ്റം എന്ന് വിളിക്കും. CGS സിസ്റ്റം എന്ന് വിളിക്കും. ഇതാരാ കൊണ്ടുവന്നത്? നമ്മുടെ ഫ്രാൻസ് മാപ്പാപ്പ കൊണ്ടുവന്നതെന്ന് ഓർത്താൽ മതി. CGS സിസ്റ്റം. രണ്ടാമത്തെ സിസ്റ്റമാണ് MK സിസ്റ്റം. MK സിസ്റ്റം അത് നമ്മുടെ ആര് കൊണ്ടുവന്നയാണെന്നറിയാവോ? MK സിസ്റ്റം നമ്മുടെ ഫ്രഞ്ചുകാർ കൊണ്ടുവന്നേ. ആദ്യത്തെ ആരെയാ? CGS കൊണ്ടുവന്ന ആരാ? ഫ്രാൻസുകാർ കൊണ്ടുവന്നയാ. MK സിസ്റ്റം ആര് കൊണ്ടുവന്നയാ? നമ്മുടെ ഫ്രഞ്ചുകാർ കൊണ്ടുവന്നയാ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, FPS സിസ്റ്റം. അത് നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. കഥയല്ല, സത്യമാണേ. എല്ലാം കുറെ തള്ളിന്റെ കൂടെ ആ ഒരു തള്ളുവാന്ന് വിചാരിച്ചു. ഒരിക്കലും അല്ല, ഇവരുടെ ഒരു കൊണ്ടുവന്നൊരു കണ്ടെത്തലായത്. സാർ, ഫ്രാൻസുകാർ തന്നെയല്ലേ ഫ്രഞ്ചുകാർ? അത് തന്നെ. ഇതില് ഒരു നിമിഷം, പല സിറ്റുവേഷൻസ് വരുമ്പം നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ടെന്നറിയാവോ? ഈ പറയുന്ന 3 ക്വാണ്ടിറ്റികളായ ലെങ്ത്, മാസ്, ടൈമിന് നമ്മൾ പല യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതില് CGS സിസ്റ്റത്തില് നിങ്ങൾക്ക് തന്നെ പറയാം. ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാൻ നോക്കിക്കേ. CGS സിസ്റ്റം എന്ന് പറയുമ്പോൾ ലെങ്ത്, മാസ്, ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ, കിലോഗ്രാം. ലെങ്തിന് എന്താ എടുക്കുക അവിടെ നമ്മള്? സെന്റിമീറ്റർ. മാസ് എന്തായിരിക്കും? കിലോഗ്രാം. ഏയ്, ഗ്രാം. G അല്ലടാ. ടൈമിന് എന്താ? സെക്കൻഡ്. ടൈമിന് 3 സ്ഥലത്തും സെക്കൻഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് MK സിസ്റ്റം എന്ത് വന്നാൽ എന്ത് ചെയ്യും? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. FPS സിസ്റ്റമോ? ഫൂട്ട്, പൗണ്ട്.
ഫൂട്ട്, പൗണ്ട്. നോട്ട് ചെയ്തോ? യെസ്. വരച്ചെടുത്തോളൂ. ഇതിൽ പ്രധാനപ്പെട്ട പ്രധാനിയെ കുറിച്ച് നമുക്കിനി പഠിക്കാനുണ്ട്. ആരായിരിക്കും അത്? ഇനി ഈ സിസ്റ്റം ഓഫ് യൂണിറ്റില് ഒരാൾ ഡിസ്കസ് ചെയ്തു CGS, 2 MKS പറഞ്ഞു, 3 FPS പറഞ്ഞു. 4-മനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൂടെ ഒന്ന് അറിയേണ്ടത്. ആരാന്ന് പറയാവോ? ഇത് വരച്ചു കഴിഞ്ഞോ? ഇത് വരച്ചു കഴിഞ്ഞോ? യെസ്. അങ്ങനെയാണെങ്കിൽ അവിടെ അടുത്ത പ്രധാനപ്പെട്ട ആളുടെ ഹെഡിങ് എഴുതിയിടാം. അവിടെ ക്വാണ്ടിറ്റി ഒന്ന് എഴുതി, SI സിസ്റ്റം. SI സിസ്റ്റം അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തണം. സിസ്റ്റം ഇന്റർനാഷണൽ അല്ലെങ്കിൽ ദ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഈ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിന് 7 പ്രൈമറി ക്വാണ്ടിറ്റിയും അവയുടെ യൂണിറ്റും സപ്ലിമെന്ററി ആയിട്ട് 2 പേരും ഉണ്ട്. ആദ്യം നമുക്ക് ആ 7 പേര് ആരൊക്കെയാണെന്ന് എഴുതാം. 1 ലെങ്ത്, 2 മാസ്, 3 ടൈം, 4 ടെമ്പറേച്ചർ, 5 ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ കറണ്ട്, 6 ലൂമിനസ് ഇന്റൻസിറ്റി. ഏഴ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇതിന് എന്തുകൊണ്ട് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് വിളിക്കാനുള്ള റീസൺ, നമ്മുടെ ഫ്രഞ്ച് സിസ്റ്റമായ MK സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണലി ഒരു യൂണിറ്റ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തു. ഇത്രയും ക്വാണ്ടിറ്റികൾ എടുത്തിട്ട് എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം, ഒരേ രീതിയിൽ നമ്മളൊരു യൂണിറ്റ്സുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലെങ്ത് സെന്റിമീറ്റർ വന്നാൽ നമ്മൾ എന്തിലോട്ട് മാറ്റും, അതിനെ മീറ്ററിലോട്ട് മാറ്റും. മാസ് വന്നാൽ അതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റും, കിലോഗ്രാമിലോട്ട് മാറ്റും. ടൈമിന്റെ യൂണിറ്റ് നമ്മൾ എന്താ എടുക്കുന്നത്, സെക്കൻഡ് ആണ്. ടെമ്പറേച്ചർ കെൽവിൻ ആണ്. കറണ്ട് ആംപിയർ, AMPERE ആംപിയർ, K കെൽവിൻ. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന. കറണ്ട് ഒന്നും ഇല്ല എങ്കിൽ കാണത്തില്ല. സോ കാന്റില അഥവാ CD എന്ന് പറയും. കാന്റില കണ്ടില്ല എന്ന് ഓർത്താൽ മതി. കാന്റില. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന മോൾ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന മോൾ ആണ്. MOLE മോൾ. ഇങ്ങനെ
7 ക്വാണ്ടിറ്റിയും ഇതിനെ നമ്മൾ ബേസിക് SI ക്വാണ്ടിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനൊരു സപ്ലിമെന്ററി ആയിട്ടൊരു 2 പേരുണ്ട്. സപ്ലിമെന്ററി SI സിസ്റ്റം. അതുകൂടെ ഒന്ന് എഴുതുക. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാത്. സപ്ലിമെന്ററി SI സിസ്റ്റത്തില് ഒരെണ്ണം പ്ലെയിൻ ആംഗിൾ ആണ്. പ്ലെയിൻ ആംഗിൾ. അതിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. RAD എന്നും. രണ്ടാമത്തത് സോളിഡ് ആംഗിൾ ആണ്. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് സ്റ്റെറിഡിയൻ ആണ്. സ്റ്റെറിഡിയൻ. SERADIAN. സ്റ്റെറിഡിയൻ. അതിനെ നമ്മൾ SR എന്നാണ് ഉപയോഗിക്കുന്നത്. SR. ഇങ്ങനെ ഒരു 7 ഒരാളൂടെ ഉണ്ട്, മറന്നുപോയി അതിന്റെ പേര്, അത് പറഞ്ഞുതരാം. അങ്ങനെ 7 പ്രൈമറിയും 2 സപ്ലിമെന്ററിയും തൊട്ട് 7, 8, 9 ക്വാണ്ടിറ്റികളിൽ ചേർത്തിട്ടാണ് നമ്മൾ SI സിസ്റ്റം രൂപീകരിച്ചിരിക്കുന്നത്. ഇത് ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആണ്. ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ സിസ്റ്റം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതാണ് SI സിസ്റ്റം എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോ? യെസ്. ഇതിൽ ഒരു കാര്യം സൂചിപ്പിക്കുക. ഇതിനകത്ത് MKS സിസ്റ്റവും CGS സിസ്റ്റത്തിനെ മെട്രിക് സിസ്റ്റം അല്ലെങ്കിൽ ഡെസിമൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് ഒന്ന് വായിക്കൂ. ടെക്സ്റ്റിന്റെ കൂടെ ഒന്ന് വായിക്കണം. ഈ CGS സിസ്റ്റത്തിനെയും MKS സിസ്റ്റത്തിനെയും മെട്രിക് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് അതിനെ മെട്രിക് എന്ന് വിളിക്കാൻ കാരണം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇവരായിരിക്കും. CGSും MKS എപ്പോഴും ഉപയോഗിക്കുന്നു. എന്നാൽ FPS സിസ്റ്റം എന്ന് പറയുമ്പം അത് വലിയ മെഷർമെന്റുകൾ നടത്തുമ്പോഴാണ് നമ്മൾ FPS സിസ്റ്റം ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കോമൺലി നമുക്ക് എന്ത് ഉപയോഗിക്കത്തില്ല, പെട്ടെന്ന് നമ്മൾ ഉള്ള സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നത്. സോ FPS സിസ്റ്റം എന്നറിയപ്പെടുന്ന ഒരു മെട്രിക് സിസ്റ്റം അല്ല. നോട്ട് മച്ച് യൂസ് ദീസ് ഡേയ്സ്. അല്ലെങ്കിൽ നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മളിത് സിമ്പിൾ സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കില്ല MKS സിസ്റ്റം, FPS സിസ്റ്റം. അപ്പൊ നമ്മളിത് ടു ബി കണ്ടിന്യൂഡ് നെക്സ്റ്റ് ക്ലാസ്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക്? ഹലോ, യെസ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിന്റെ കൂടെ നിങ്ങൾ എന്തുകൂടെ വായിക്കണം മക്കളെ? ടെക്സ്റ്റ് കൂടെ എന്ത് ചെയ്യണം? വായിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ക്ലിയർ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഡൗട്ടുകൾ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ഓക്കെ, ബൈ.